Violence, violence, violence. I don't like it. But violence like, don't trouble the trouble, but the trouble troubles you. Don't trouble the trouble. If you trouble the trouble, trouble troubles you. I'm not the trouble. I'm the truth. GP ആണോ എന്നാലും ശരത്തിന്റെ ശബ്ദം കേട്ടിട്ട് ചോദിച്ചു കേട്ടോ GP ആണോന്ന്. ഒരു വഴിവക്കില് വെച്ച് പരിചയപ്പെട്ടതാ അല്ലേ? രഫിക്ക് കിട്ടുന്ന ഫ്രണ്ട്സ് എല്ലാം വഴിയിൽ നിന്നാണല്ലോ. അപ്പൊ ഞാൻ നോക്കുമ്പോ റോട്ടിലൊരു കുട്ടി ഇരുന്ന് പട്ടിക്ക് ചോറ് കൊടുക്കും. എവിടെ? എറണാകുളത്തോ? എറണാകുളത്ത്. കൊള്ളാലോ. എന്താ അങ്ങനെ ഒരു, കാരണം നമ്മൾ സാധാരണ കാണാത്ത ഒരു ഫ്രെയിം അല്ലേ സ്ട്രീറ്റ് ഡോഗിന് ഇരുന്ന് ഭക്ഷണം കൊടുക്കും. അതും ഷോപ്പിൽ പോയി മേടിച്ചോണ്ട് വന്നിട്ട്, അല്ലാണ്ട് വേസ്റ്റ് അല്ല. നിർഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം ദിവ്യക്ക് നഷ്ടപ്പെട്ട ഒരു സിനിമ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടുണ്ടോ ലൈഫിലെ? കൊറേ ആണോ? വിജയ് സേതുപതി സാറിന്റെ സിനിമ എനിക്ക് വന്നായിരുന്നു. ഫഹദിന്റെ ഒരു പടം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് 2-3 ഫിലിംസ് എൻക്വയറീസ്. ലൈക്ക് ഞാൻ എൻ്റെ കോസ്റ്റാർസ് ഫഹദ്, ഓക്കെ, ആൻഡ് പൃഥ്വിരാജ്, വിജയ് സേതുപതി സർ, ഓക്കെ, ടൊവിനോ, പിന്നെ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പടം സായി പല്ലവിയും നാഗചൈതന്യയും. ഞെട്ടിപ്പോയത് ആദ്യത്തെ റൂമ് ഞാനും GPയും തമ്മിൽ എന്താ ഇഷ്ടത്തിലാണ് നിങ്ങൾ ഹീസ് എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻഡ്. ഞാൻ എടാ പൊടാ ആ ഒരു ഇപ്പൊ ദിയേനെയും പൂജിതനെയും കണ്ടില്ലേ, ആ സെയിം ഇതാണ് ജിപിയോടുള്ളത്. റിങ്കു ഇസ് ഇൻ ഓസ്ട്രേലിയ ഇപ്പോ. കാവ്യയുടെ സിസ്റ്റർ ഇൻ ലോയ കാവ്യ മാധവന്റെ. ഇവള് കാരണമാണ്, ഇവളുടെ കല്യാണം കാരണമാണ് ഞാൻ സിനിമയിൽ വരുന്നത് തന്നെ. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ദിവ്യ ഒന്ന് കണ്ടു കെട്ടിയിരിക്കണം, എന്നാലാണ് ഇനി വരാൻ പോകുന്ന ആരാന്നറിയുള്ളൂ. അതിനു മുമ്പേ ഒന്ന് ഗസ് ചെയ്യാമോ ആരായിരിക്കും വരാൻ പോണേന്ന്? ഇന്നാ കണ്ടു കെട്ടിക്കോ. ഞാൻ കണ്ടു കെട്ടി തരണോ? ഞാൻ കെട്ടി തരണോ? വേണ്ട, എന്നാ കെട്ടിക്കോ. ഗസ് ചെയ്തോ ഇനി ആരായിരിക്കും വരാൻ പോണേ? ഇനി ആരായിരിക്കും? GP തന്നെ ആയിരിക്കോ? ആയിരിക്കും, എനിക്കറിയില്ല. ഒന്ന് ഗസ് ചെയ്യൂ. GPയും കൂപ്പിക്കും തന്നെ ആയിരിക്കോ ഈ നേരത്തെ ഇത് വെച്ചിട്ട്? അങ്ങനെ ഒന്ന് വെച്ച് ഒരു ചക്ക വീണ മോയിൽ ചത്തൊന്ന് വെച്ചിട്ട് എല്ലാ ചക്കയും വീണുമ്പോ മോയിലായിരിക്കോ? ഓ, സോങ് വന്നു, സോങ് വന്നു. ഇനി ആരാന്നും നോക്കാം. ആരാണ്? രണ്ടുപേരുണ്ടോ? അതൊന്നും അറിയില്ല, കണ്ണൊക്കെ തുറന്നു നോക്കുമ്പോ അറിയാം. മ്യൂസിക് കഴിയുമ്പോ പതിയെ കണ്ണു തുറന്നു നോക്കിക്കോ. ശബ്ദം കേട്ടിട്ടാണോ? GP ആണോ? എന്നാലും ശരത്തിന്റെ ശബ്ദം കേട്ടിട്ട് ചോദിച്ചു കേട്ടോ GP ആണോന്ന്. ഞാൻ ക്ലൂ വെക്കാൻ നിൽക്കുന്നു, പക്ഷെ ക്ലൂ വെച്ചാ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ, അത് കാരണം പറയണ്ട. എന്നാലും ശബ്ദം കേട്ടിട്ട് ഐഡന്റിഫൈ ചെയ്തില്ല. ശബ്ദം കേട്ടിട്ട് പിടികിട്ടി പണി കിട്ടി. ശബ്ദം കേട്ടില്ല ഞാൻ, ആ മ്യൂസിക്കിന്റെ ഇടയിൽ ഞാൻ കേട്ടില്ല. ക്ലിയർ ആയില്ല. നോക്ക്, സ്നേഹം കൊണ്ട് തൃശ്ശൂർന്ന് പറഞ്ഞു വന്നതാണ്. How are you? I'm good. As always. Life is beautiful. അല്ല, ഞാൻ ആദ്യം നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കട്ടെ. ഇത് ശരത്തിനെ ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. യൂട്യൂബും മൊബൈലും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് ശരത്തിന്റെ അമ്മേനെയും. അത് തന്നെയാണ് ഏറ്റവും കൊണ്ടുവരാൻ പറ്റിയില്ല. എന്താ അമ്മേനെ കൊണ്ടുവരാതെ? ഒന്നാമത് ഇന്നലെ വിളിച്ചു പറയാം. അതുകൊണ്ട് ഇപ്പൊ എന്താ അമ്മേനെ ഇന്നലെ പറഞ്ഞു? അമ്മയുടെ ബ്രദറും ഫാമിലി ഒക്കെ വീട്ടിലുണ്ട്. അപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് ചാടിച്ചു കൊണ്ടുവരാൻ ബൈക്കിന്റെ അമ്മയും കയറ്റി അമ്മ നമുക്കൊരു ചക്രം അടിച്ചിട്ട് ഓടി വരാം എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് നേരത്തെ MRR വീട്ടിൽ വന്നു. MRR. അപ്പൊ അത് കാരണം പഠിക്കാൻ പറ്റില്ല. ഓ, അതുകൊണ്ടാണ് വരായിരുന്നത്. സാരമില്ല, അമ്മയുടെ വീട്ടില്. ഓക്കെ. അപ്പൊ ശരത്ത്, നിങ്ങള് ദിവ്യയായിട്ട് എങ്ങനെ, ശരത്ത് തൃശ്ശൂരുകാരനായി ശരത്ത് ദിവ്യയെ എങ്ങനെ പരിചയപ്പെട്ടു? ഒരു വഴിവക്കില് വെച്ച് പരിചയപ്പെട്ടതാ അല്ലേ? ദിവ്യക്ക് കിട്ടുന്ന ഫ്രണ്ട്സ് എല്ലാം വഴിയിൽ നിന്നാണല്ലോ. വഴിയെന്നല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പൂജയും ദിയയും എനിക്ക് GP വഴിയാണ് ഞങ്ങള്. പക്ഷെ ഭയങ്കര കോമഡിയാ. ഞങ്ങള് പരിചയം ഉണ്ടോ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് മുമ്പ് ഞാൻ നോക്കുമ്പോ റോട്ടിലൊരു കുട്ടി ഇരുന്ന് പട്ടിക്ക് ചോറ് കൊടുക്കും. എവിടെ? എറണാകുളത്ത്.
കൊള്ളാലോ, എന്താ അങ്ങനെ ഒരു, കാരണം നമ്മൾ സാധാരണ കാണാത്ത ഒരു ഫ്രെയിം അല്ലേ ഇത്. അതെ. ഒരു ആളെ പോലത്തെ ഒരാള് റോട്ടിലിരുന്നൊരു സ്ട്രേ ഡോഗിന് ഇരുന്ന് ഭക്ഷണം കൊടുക്കും. അതും ഷോപ്പിൽ പോയി മേടിച്ചോണ്ട് വന്നിട്ട്, അല്ലാണ്ട് വേസ്റ്റ് അല്ല, പുതിയത് കൊണ്ടുവന്ന് മേടിക്കും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഫസ്റ്റ് നമ്മൾ കാണുമ്പോ? കുറച്ച് നാള് മേ ബി 4 years മുന്നേ. ആ സൗത്ത് ബ്രിഡ്ജ് കയറുന്നതിന്റെ തൊട്ട് മുമ്പ്. എനിക്ക് ആ ഫ്രെയിം ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. കാരണം ആള് കടയിൽ പോയി അത് മേടിച്ചോണ്ട് വന്നു. ഞാൻ അവിടെ എന്റെ തത്തയ്ക്ക് ഫുഡ് മേടിക്കാൻ വേണ്ടി ഞാൻ നിൽക്കുക. അപ്പൊ പട്ടിക്ക് ഫുഡ് മേടിച്ച് ഒരു ഭംഗിയുള്ള ചേച്ചി പുറത്തേക്ക് പോണു. സ്വാഭാവികം അല്ലേ, നമ്മള് മലയാളികളല്ലേ. സിനിമയിലേക്ക് ചേച്ചി ആരുടെ ചേച്ചി? സോറി ബഹുമാനാർത്ഥം ഇതിന്റെ ഉള്ളിൽ വിളിക്കണ്ടല്ലോ വെച്ചിട്ടാ. ഇവിടെ ഫുൾ പട്ടി എടി. ഓ അങ്ങനെയാണോ? ഇത്രയും നേരം തൃശ്ശൂർക്കാരെ അത്ര ലോക്കലാവാൻ പറ്റില്ല. അങ്ങനെ ദിവ്യ സിനിമയിലൊക്കെ ആയിട്ടുണ്ടല്ലോ. 4 years എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ചെയ്തു തുടങ്ങി. അപ്പൊ ഒരു ആക്ടർ ആണെന്ന് ദിവ്യൻ അങ്ങനെ മനസ്സിലായിരുന്നോ? ഞാൻ അതിന് മുമ്പ് ആ ഫഹദിന്റെ മൂവിയിൽ കണ്ടിട്ടുള്ളത്. പക്ഷെ എന്താ അറിയോ, നമ്മൾ അന്ന് അതല്ല ശ്രദ്ധിക്കണേ, നമ്മൾ ആ സ്റ്റാർഡ് അല്ല നോക്കണേ. അങ്ങനെ ഒരാള് ആ റൂട്ടിൽ എക്സാക്ട്ലി അതിനാ വാല്യുവേഷൻ. അത് ചിലപ്പോ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കണ്ടപ്പോ എനിക്ക് മനസ്സിലായിണ്ടാവും അങ്ങേരാന്നുള്ളത്. പക്ഷെ സ്റ്റിൽ ആ ഉള്ളിൽ നിന്ന് മേടിച്ചോണ്ട് വന്ന് ആൾക്ക് വേറെ പട്ടിക്ക് കൊടുക്കാനോ വേറെ ഫുഡ് മേടിക്കേണ്ട ആവശ്യം ഒന്നുമില്ല. അല്ലെങ്കിൽ നമ്മള് ചിലപ്പോ ചെയ്യാൻ എന്താ, എവിടെന്നെങ്കിലും കഴിച്ചത് അതില് എല്ലും കഷ്ണവും ബാക്കിയൊക്കെ അല്ലേ കൊണ്ടു കൊടുക്കുക. ഇങ്ങനെ അവിടുന്ന് കടയിൽ നിന്ന് പോയി മേടിച്ചു കൊണ്ടുവന്ന് കൊടുത്തത് അവിടുന്നാണ്. പക്ഷെ അങ്ങനെ നിങ്ങൾ എന്നിട്ട് സംസാരിച്ചോ, പരിചയപ്പെട്ടോ? പിന്നെ ഞങ്ങൾ അവിടുന്ന് അങ്ങനെ സംസാരിച്ചു. അപ്പൊ ഞാനിങ്ങനെ എന്റെ തത്തേക്ക് ആളിങ്ങനെ ഈ ഡോഗിന് മേടിച്ചു കൊടുക്കാമെന്നാണ്. പിന്നെ അങ്ങനെ അവിടുന്ന് അങ്ങനെ കമ്പനി, അവിടുന്ന് തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പ് ആണ്. പിന്നെ ഇനി ഈ കമ്പനി പൊട്ടില്ല, ഗ്യാരണ്ടീഡ് ആണ്. whatever happens. അത് എന്ത് സംഭവിച്ചാലും പൊട്ടില്ല. ദിവ്യക്ക് അങ്ങനെ തന്നെയാണോ തോന്നുന്നത്? പിന്നെ ബിക്കോസ് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് പേരായിട്ട് നമുക്ക് ഒരു കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ശരത് ഒരു ലൈക്ക് വീട്ടിലൊരാൾ, നമ്മുടെ അമ്മ, ശരത്, നമ്മുടെ ഒരു ലൈക്ക് എനിക്ക് അമ്മയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. അമ്മ ഭയങ്കര ജോളി, എന്ത് പോയാലും എവിടെ ഷീസ് റെഡി ഫോർ എനിത്തിങ്. നമ്മളെ ട്രിപ്പിനൊക്കെ പോകുമ്പോൾ ഇപ്പോഴും രൂപത്തിൽ അമ്മയെന്നുള്ളൂ, അമ്മയുടെ മനസ്സൊക്കെ നമ്മുടെ പോലെ. എന്റെ പറയും, എന്റെ കുട്ടി ഇതെന്താ ഇങ്ങനെ ഞാൻ പറയും, കുറച്ച് നമ്മൾ ട്രെക്കൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് വയ്യ, എനിക്ക് എന്തിനാണ് ഇപ്പൊ നമ്മൾ ഈ അപ്പൊ ഞങ്ങള് കൊളക്കുമല പീക്കിലേക്ക് ഇതേപോലെ പോണ നേരത്ത് ദിവ്യ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് കയറാൻ വയ്യാന്ന് പറഞ്ഞപ്പോ അമ്മ ഇങ്ങനെ ജിൽ ജിൽ നിൽക്കുക. ഞങ്ങളൊക്കെ പുറകിലാ, അമ്മ മുമ്പില്. അപ്പൊ അങ്ങനെ അതൊക്കെ. അപ്പൊ അമ്മ പറയും, ഇതിങ്ങനെ നിങ്ങളുടെ ഈ പ്രായത്തിൽ നിങ്ങൾ ഇങ്ങനെ ഇതാവാൻ പാടില്ല. അപ്പൊ അങ്ങനെ ഇതൊക്കെ. അപ്പൊ അമ്മ ഭയങ്കര പോസിറ്റീവ്. ഞാൻ അമ്മയായിട്ട് മൂകാംബിക പോയപ്പോഴൊക്കെ നമ്മൾ ഒത്തിരി സംസാരിച്ചിട്ടും ഒത്തിരി അങ്ങനെ ക്ലോസ് ആയിട്ട് ഉള്ള ഒരാളാണ് എനിക്ക്. അമ്മയ്ക്ക് അങ്ങനെ ഷീസ് ലൈക്ക്, അതാണ് അമ്മയുടെ ഒരു ഓറ. അതിപ്പോ ആരെ പരിചയപ്പെട്ടാലും ഷീസ് ലൈക്ക്, അതൊരു ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്. ഇപ്പൊ ആരെ പരിചയപ്പെട്ടാലും പുതിയ ഒരാളാണേലും നമുക്കൊരു പെട്ടെന്നൊരു സ്നേഹം തോന്നുന്ന ഒരു ആളാണ്. പിന്നെ നമുക്ക് അതുപോലെ പറഞ്ഞു തരുന്ന കാര്യങ്ങളും, പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അമ്മേനെ. പിന്നെ ഒബ്വിയസ്ലി ഹീസ് ലൈക്ക് മൈ ബ്രദർ. ലൈക്ക് എനിക്ക് ഭയങ്കര എന്ന് വെച്ചാൽ ശരത്ത് എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ തൃശ്ശൂർ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് എടാ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നൊക്കെ ചോദിക്കുന്നതൊക്കെ ഇവന്റെ കൂടെയാണ്. പിന്നെ ഏത് കൂട്ടായ്മ നമ്മൾ ഫ്രണ്ട്സിന്റെ കൂടെ കൂടുന്നെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഇവനില്ലാതെ അതൊരു രസമില്ല. ഇവൻ വേണം നമ്മുടെ ഗ്യാങ് ഒന്ന് ഫുൾ ആവാനും, അല്ലെങ്കിൽ അവന്റെ തമാശ കേട്ടും അവന്റെ ഓരോന്നൊക്കെ പറഞ്ഞ ഇവനില്ലാതെ പറ്റില്ല. ഞാൻ സത്യമായിട്ടും പറഞ്ഞു, നമ്മുടെ ആ ഒരു ഇതാണോ എന്നെ കുറിച്ച് പൊക്കി പറഞ്ഞത്? അതല്ല. അല്ല, ശരത്തിന്റെ അടുത്ത് ചോദിക്കട്ടെ, എന്താണ് ദിവ്യയുടെ ഒട്ടും നിങ്ങൾക്ക് ശരത്തിന് നീ മാറി, നീ ഈ ഒരു സാധനം ചേഞ്ച് ചെയ്യണം അങ്ങനെ ഒരുപാട് തവണ ദിവ്യയുടെ അടുത്ത് മാറാൻ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ അങ്ങനെ പെർഫെക്ഷന്റെ അല്ല, ആളത് അങ്ങനെയാണോ അതല്ലേ നമ്മൾ ഇഷ്ടപ്പെടുക. അല്ല, എന്നാലും നമ്മൾ ഫ്രണ്ട്സ് ആകുമ്പോഴത്തേക്കും നമ്മൾ പറയില്ലേ, നിന്റെ ഈ ഹാബിറ്റ് കൊള്ളില്ല കേട്ടോ, നീ മാറ്റണം, അല്ലെങ്കിൽ നീ അത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാറുണ്ടാവില്ലേ? അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. അങ്ങനെ നമ്മളിപ്പോ എന്നെ പറ്റി ഇപ്പൊ കുറച്ച് കുറ്റം ഇപ്പൊ വേണ്ടത്. ഭയങ്കര സെൻസിറ്റീവാ, ഭയങ്കര ഫ്രജൈലാ, പെട്ടെന്ന് ഇമോഷണൽ ആവും. അപ്പൊ അത് പക്ഷെ അങ്ങനെ മാറ്റാൻ പറ്റില്ലല്ലോ. ആ നേരത്തെ നമ്മളൊക്കെ കൂടിയിരുന്ന് സോപ്പിട്ട് പതപ്പിച്ച് നീ ഗംഭീര
അങ്ങനെ അതല്ലേ പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്ക് അങ്ങനെ അത് മാറ്റാൻ എങ്ങനെ പറ്റും? ഒരാൾക്ക് ആ ക്യാരക്ടർ ഒരിക്കലും അങ്ങനെ മാറ്റാൻ പറ്റില്ല. അത് കുറെ എന്നാലും നമ്മൾ നല്ല സ്ട്രോങ് ഇതേപോലെ നിങ്ങളെ പോലെ ഇത്രയും നല്ല സ്ട്രോങ് ഫ്രണ്ട്സ് ഉള്ളപ്പം നമ്മുടെ ആ ഒരു ഇതിൽ നമുക്ക് ഇല്ല നീ ചേഞ്ച് ചെയ്യണം, നിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റണം, നീ കുറച്ചും കൂടെ സ്ട്രോങ് ആവണം, ഇങ്ങനെ ഇമോഷണലി വീക്ക് ആവല്ലേ, അങ്ങനെയൊക്കെ നമുക്ക് കുറച്ചൊരു ചെയ്യാൻ പറ്റില്ലേ? ആണോ? ഇല്ല. ഓക്കെ. അല്ല അങ്ങനെ ഒരു ഫോൾ അങ്ങനത്തെ ഒരു റോങ് സൈഡോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബാഡ് സൈഡോ അവൾക്ക് ആകെയുള്ള പ്രശ്നം ആ ഫ്രജൈൽ തിങ് ആണ്. അതേ ഉള്ളൂ. അതിപ്പോ എങ്ങനെ മാറ്റാം? എന്തെങ്കിലും ഒരു കുറ്റം ഒരു മനുഷ്യന് വേണ്ടേ, അപ്പൊ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, മാറണ്ട കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെ കംപ്ലീറ്റ് പെർഫെക്റ്റ് ആയി സെറ്റ് ആവില്ല. ഞങ്ങൾ കുറ്റം പറയാൻ നോക്കിട്ട് കിട്ടണില്ല. എനിക്ക് വയ്യ. എന്റെ മോളെ ഒരു കുറ്റം പറയാൻ പറ്റണ്ടേ? എന്നാ ഞാൻ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ളതായണോ എന്ന് എനിക്ക് അറിയില്ല. ദിവ്യ നമ്മുടെ KGF ഡയലോഗ് ദിവ്യ നല്ല സൂപ്പർ ആയിട്ട് പറയില്ലേ? ഉണ്ട്, പറയും. KGF ഡയലോഗ്. എന്റെ പൊന്നെ, ഞാനൊരു സത്യം പറയട്ടെ, കണ്ടിട്ടില്ല. ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. എന്നെ അങ്ങോട്ട് കൊല്ല്. ഇതാരാ പറഞ്ഞ KGF ഡയലോഗ്? ഞാൻ പറയും അതൊക്കെ ഞാൻ ഇത്രക്കൊക്കെ ഒപ്പിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് അതാണോ അറിയാൻ പറ്റില്ലെന്ന് വിചാരിക്കുന്നത്. അതൊന്നുമല്ല, ശരത്ത് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഈ പ്രാവശ്യം തൃശ്ശൂർ പൂരത്തിന് വരാന്ന് പറഞ്ഞ് പറ്റിച്ചു. അവിടെ നിന്ന് വിഷയം മാറ്റിയത് അല്ല, ഒന്നാമതായിട്ട് ഡയലോഗ് അറിയില്ല. പക്ഷെ നിങ്ങളുടെ ഇടയിൽ ദിവ്യ പ്രസന്റ് ചെയ്തിട്ടുണ്ട് KGF ഡയലോഗ്, ടിങ് 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 എന്ന് പറഞ്ഞ മാസ് ഡയലോഗും ഒക്കെ എന്തൊക്കെയോ. സത്യമായിട്ടും എനിക്ക് ഞാൻ KGF കണ്ടിട്ടില്ല. വിശ്വസിക്കൂ. പക്ഷെ എന്നാ എവിടെയോ അതിന്റെ ക്ലിപ്പിംഗ് എന്തോ കണ്ടിട്ടാണ്. ശരത്ത് കണ്ടിട്ടില്ലേ ദിവ്യ ചെയ്യണത്? ചോദിക്കുമ്പോ ഞാൻ അല്ലെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ കുറച്ചു നേരം ആവഞ്ചിലിരിക്കട്ടെ ഞാൻ. ഉണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പൊ ഒന്ന് ചെയ്യ എന്റെ ദിവ്യ. എന്റെ പൊന്നെ, ഡയലോഗ് പറയേ. KGF ഡയലോഗ് നമ്മൾ എത്ര റീൽസ് കണ്ടിട്ടുണ്ട് KGF. എന്റെ അമ്മയാണ്, എനിക്കറിയില്ല. നീ ഒന്ന് പറഞ്ഞു തരൂ ഏതാണ് ഡയലോഗ്? കണ്ട അത് കട്ട് ചെയ്താ? അതെ, ഒരാളല്ലോ പറയൂ ഏതാണ്. ഏതൊരു ഡയലോഗ് നീ ചെയ്തിട്ടുണ്ടെന്ന് ആണോ? വീണ്ടും തോൽവി നമ്പർ 3. അവരെന്തോ പറഞ്ഞു തന്നതാ ചെയ്തിട്ടുണ്ടെന്ന്. ഇല്ല, അവളാ മൂവി കണ്ടിട്ടില്ല. ആണല്ലേ? ഓക്കെ, എന്നാ വേണ്ട, സാരമില്ല. തൃശ്ശൂർ പൂരം. അപ്പൊ നമ്മുടെ തൃശ്ശൂരുകാരൻ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ തൃശ്ശൂർ പൂരം കാണാൻ നമുക്ക് കൊടിയേറ്റത്തിന്റെ അന്ന് ഞാൻ പറയട്ടെ, കൊടി കയറണത് ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ദിവ്യ തൃശ്ശൂർ പൂരാണ്, മറക്കരുത്. ഈ വർഷം ഇപ്പൊ കഴിഞ്ഞത് മറക്കരുത്, എന്തായാലും വരണട്ടാ. അപ്പൊ പറഞ്ഞു പക്ഷെ ഇതിനു മുന്നേ വന്നിട്ടില്ല. ഈ 4 വർഷം പരിചയപ്പെട്ടിട്ടും തൃശ്ശൂർ പൂരം വന്നിട്ടില്ല. ഒരാള് തൃശ്ശൂർ പൂരം കണ്ടിട്ടില്ലെങ്കിൽ ലൈഫ് വേസ്റ്റ് ആണെന്ന് ഞാൻ പറയൂട്ടോ. എന്റെ പൊന്നെ, ഞാൻ എന്റെ റെസ്പോൺസ് ഉണ്ട്. എന്നിട്ട് എന്റെ ദിവ്യ ഇത്രയും വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം അവിടെ ഇത്രയും ഓപ്പൺ ആയി കിടക്കുമ്പോൾ ആ ഒരു ചാൻസ് മിസ് ചെയ്തത് എന്തിനാ? എടാ ഞാൻ അന്നേരം തന്നെ എന്റെ അടുത്ത് പറഞ്ഞപ്പോ തന്നെ പറഞ്ഞു, എടാ നീ പറയണം എന്റെ അടുത്ത് എപ്പോഴാണ്. ഞാൻ ഡെഫിനറ്റ്ലി ഈ പ്രാവശ്യം ഉണ്ടാവും, ഞാൻ തൃശ്ശൂർ പൂരം എനിക്ക് കാണണം, ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് വരണം. ഓക്കേടാ, സെറ്റ് ആക്കാന്ന് പറഞ്ഞിട്ട് ഇവ മൂകാംബിക പോയി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ആളുടെ ഒരു അഡ്രസ്സോ ഒന്നും കാണുന്നില്ല ഞാൻ. ഓക്കെ, എനിക്ക് പിന്നെ എനിക്കറിയില്ലല്ലോ എന്നാ തൃശ്ശൂർ പൂരം സത്യം അറിയുന്ന ഡേറ്റ് അല്ലേ അത്? അല്ലേ? അത് അറിഞ്ഞില്ല എക്സ്ക്യൂസ് അല്ലേ അത്? അല്ലേ? ശരിയല്ലേ? ഞാൻ വീട്ടില് സത്യം പറഞ്ഞ ഇപ്പൊ നിങ്ങൾ എല്ലാരും TV നോക്കുന്നുണ്ടാണ് അറിയണത്. ചിലപ്പോ അതൊന്നും നോക്കിയിട്ടുണ്ടാവില്ല. ഇൻസ്റ്റാഗ്രാം നോക്കില്ലേ? ഇൻസ്റ്റാഗ്രാമിൽ ഇല്ല. എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ടിട്ടില്ല. അല്ല, അത് പക്ഷെ നമ്മള് നമ്മുടെ സെർച്ചും നമ്മൾ നോക്കുന്നതും ഇതൊക്കെ കണ്ടിട്ടല്ലേ. അപ്പം ദിവ്യയുടെ അതിനകത്ത് ചിലപ്പോ വന്നിട്ടുണ്ടാവില്ല. തൃശ്ശൂർ പൂരത്തിന്റെ ഒരു കാര്യം അല്ല, കേക്കട്ടെ എന്താണ് എക്സ്പ്ലനേഷൻ? അപ്പൊ എനിക്ക് അറിയില്ലായിരുന്നു എന്താ സംഭവം എന്ന് എനിക്കറിയില്ലായിരുന്നു. ഇവൻ ആദ്യം എനിക്ക് ആ കൊടിയേറ്റുന്ന സമയത്ത് എന്തോ ഇങ്ങനെ അയച്ചത് അത് ഫുൾ മലയാളത്തിലായിരുന്നു. ഞാൻ ചോദിക്കുന്നത് എന്താണ് സംഭവം എന്ന് പറഞ്ഞപ്പോൾ തൃശ്ശൂർ പൂരം ഡേറ്റ് ഇത്രാം തീയതി ഈ കൊല്ലം എന്തായാലും വരണട്ടോ ഒക്കെ ഞാൻ പറഞ്ഞു. ഇവൻ പറയാതെ ഇവനറിയാം ഞാൻ എങ്ങനെയാ കൊച്ചിന്ന് തൃശ്ശൂരിലേക്ക് വരേണ്ട കാര്യമൊക്കെ ഇവനറിയാം. അങ്ങനെ നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് ഞാനും ദിയയും പൂജിതയും കൂടെ പോയേനെ. നമുക്ക് അങ്ങനെ പ്ലാൻ ചെയ്തെങ്കിൽ ഇവനൊന്നും വിളിച്ച് പറയണ്ടേ? അങ്ങനെയാണെങ്കിൽ എടാ നീ വരുന്നുണ്ടോ? ഇവൻ അന്ന് 7 ദിവസത്തിന് മുമ്പ് അയച്ച് എനിക്ക് അറിയില്ല. അടുത്ത കൊല്ലം മെയ് 6-ാം തീയതി. ഓക്കെ, സെറ്റ് അല്ലേ? സെറ്റ്. അപ്പൊ അതുകൊണ്ടാണ് വരാതിരുന്നത്. ഇനി അന്നേരം ഷൂട്ട് ഉണ്ടെങ്കിൽ ഷൂട്ട് മാറ്റി വെച്ചിട്ട് നമുക്കൊരു ട്രിപ്പ് പോയിട്ട് വരിക, അത്രേ ഉള്ളൂ. ഓക്കെ,
ഇനി ഞാൻ മുമ്പേ ചോദിച്ചപ്പോ KGF-ന്റെ കാര്യം ചോദിച്ചപ്പോൾ ദിവ്യ ഈസി ആയിട്ട് ഞാൻ ചെയ്തിട്ടില്ല, അറിയില്ല എന്ന് പറഞ്ഞു മുങ്ങി. ഞാൻ കാണിച്ചു തരാം, ബാ നോക്കിക്കോ. KGF-ന്റെ സാധനം. Dub smash ആ. Violence, violence, violence. I don't like it, but violence like me. Same അല്ലേ? Faster, next question. ഇത് എന്റെ സ്റ്റൈലല്ലേ ഞാൻ പറഞ്ഞ, പുള്ളിയുടെ സ്റ്റൈലല്ലോ. വെച്ചിട്ടുണ്ട്. എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ സംഭവം. ആ കുട്ടി പറഞ്ഞു തന്നതാണ്. ആണല്ലേ? ഇതാണല്ലേ അതല്ലേ ഞാൻ ചോദിക്കുന്നത്, ഏതാണ് ഡയലോഗ് ഒന്ന് പറഞ്ഞു തന്നാ. ഇത് ഞാൻ ഇതില് കണ്ടതാ, റീൽസിൽ കണ്ട്. അതന്നെയാണ് ശരത്തിട്ട് തന്നത്. റീൽസിലുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. റീൽസിൽ നമ്മള് Violence. I don't like it. I don't like it, but violence always likes me. പറ കേക്കട്ടെ, പറ കേക്കട്ടെ. അതിന്റെ സ്റ്റൈൽ എന്തോന്ന് എനിക്ക് അതിപ്പോ ഇതില് ദിവ്യ സ്റ്റൈലാണ്. violence. I don't like it, but violence likes me. അങ്ങനെയാണോ? കണ്ടോ? അപ്പൊ അത് കഴിഞ്ഞിട്ട് വേറൊരു സംഭവം ഇറങ്ങിയായിരുന്നു. ഞാൻ ആ സിനിമ കണ്ടില്ല, പക്ഷെ നമ്മുടെ മറ്റേ സാറിന്റെ ബാലയ്യ സർ, അതിന്റെ ഡോണ്ട് ട്രബിൾ ദ ട്രബിൾ ബട്ട് ദ ട്രബിൾ ട്രബിൾസ് യു, ഡബിൾ ദ ട്രബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ എന്റെ അടുത്ത ഫിലിമിന്റെ ടൈറ്റിൽ അങ്ങനെയാ. ആണോ? ഡോണ്ട് ട്രബിൾ ദ ട്രബിൾ. ഓ അങ്ങനെയാണ്. അപ്പൊ എന്തായാലും തൃശ്ശൂർ പൂരത്തിന് അടുത്ത വർഷം ചെല്ലണം. മെയ് 6-ാം തീയതി. അപ്പോൾ ഞാനുണ്ട് ഇവിടെ സാക്ഷി, കണ്ടല്ലോ. വന്നില്ലെങ്കിലോ ഇനി വേറെ ഡേറ്റ് പറയണോ നമ്മള്? ഇനി ഡേറ്റ് ഒന്നും പറയണ്ട, May 6th ഇപ്പൊ തന്നെ കാലണ്ടറിൽ സേവ് ചെയ്തോളൂ. ഇനി വന്നോ ഇല്ലയോ എന്ന് ഞാൻ പറഞ്ഞോളാം. ഓക്കെ, മോളെ. ഇനി നിങ്ങൾക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കാലോ. എനിക്ക് കാണണമെന്ന് ആഗ്രഹമുള്ള സംഭവം. അപ്പൊ ഈ പ്രാവശ്യം പാവം ഇതൊന്നും അറിയാത്തോണ്ടാണ്. ക്ഷമിച്ചിരിക്കണം. ഇനി നമുക്ക് നോക്കാം. ഞാൻ സാക്ഷി, ഞാൻ മാത്രമല്ല, എത്രയോ പേരുണ്ട് ഇപ്പൊ സാക്ഷികള്. അപ്പോൾ ശരി, താങ്ക് യു സോ മച്ച് ശരത്. ഒരുപാട് സന്തോഷം. തൃശ്ശൂരിൽ നിന്ന് ഇവിടം വരെ എത്തിയല്ലോ. അമ്മയുടെ അടുത്ത് പ്രത്യേകം താങ്ക് യു. അടിപൊളി. അങ്ങനെ വലിയൊരു പേമാരി പെയ്ത് പോലെയാണ്. വേനലിൽ ഇങ്ങനെ ഭയങ്കര ഇടിവെട്ടും മിന്നലും മഴയൊക്കെ കൂടെ വന്ന പോലെ ഒരു മൊത്തത്തിൽ അങ്ങനെയല്ല, നല്ല പ്ലസന്റ് ആയിട്ടുള്ള കുറേ നല്ല മൊമെന്റ്സ് ഒക്കെ ആയിരുന്നു. ഇനി നമ്മൾ നമ്മുടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിന്റെ ഒരു സീരിയസ് ഭാഗത്തിലേക്ക് നമ്മൾ ഇനി എത്തുകയാണ് കേട്ടോ. അത് എന്ന് പറയുന്നത് ഇതാണ്. മലയാളം വായിക്കാൻ അറിയോ? ഇല്ല. അപ്പൊ ഞാൻ വായിച്ചേൽപ്പിക്കേണ്ടി വരും. മനസ്സ് പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, അതായത് ദിവ്യയുടെ മനസ്സ് ഇതിന് എന്താണ് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യണത്, അതാണ് നമുക്ക് വേണ്ടത്. ആദ്യത്തെ ചോദ്യം, നമ്മളെ പറ്റി സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ സ്കിപ്പ് ചെയ്യണമെന്ന് ദിവ്യ ആഗ്രഹിക്കുന്ന ഒരു ടോപ്പിക്. ഐ തിങ്ക് സ്കിപ്പ് ചെയ്യേണ്ട ടോപ്പിക്, ഐ ഡോണ്ട് നോ, ഇഫ് യു ആർ അൺകംഫർട്ടബിൾ. നമുക്ക് ഒരാളുടെ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ മറ്റൊരാൾക്ക് അത് ബുദ്ധിമുട്ടാവുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി തുടങ്ങിയാൽ അത് കൂടുതൽ സംസാരിക്കാതിരിക്കുക. അല്ല, ദിവ്യയുടെ എന്തെങ്കിലും ഒരു കാര്യം മറ്റുള്ളവർ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് എന്റെ ആ ഒരു കാര്യം നിങ്ങൾ സംസാരിക്കണ്ട എന്ന് നമ്മൾക്ക് തോന്നില്ലേ? അത് പല കാര്യങ്ങൾ ചിലപ്പം ഡിപ്പെൻഡ്സ് ഓൺ യുവർ മൂഡ്. നോ, അപ്പൊ നമ്മുടെ മൂഡിനനുസരിച്ചിരിക്കും ആ സമയത്ത്. യൂഷ്വലി സംസാരിക്കുമ്പോൾ ഐ ടോക്ക് അബൌട്ട് ഇറ്റ്. ലൈക്ക് ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ആണ് എൻ്റെ അടുത്ത് സംസാരിക്കുന്നെങ്കിൽ, ഇപ്പൊ നമുക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ ഒബ്വിയസ്ലി ലൈക്ക് യുനോ നമ്മള് നേരത്തെ കരാട്ടെ പൂജു കരാട്ടെ പറഞ്ഞ പോലെ പറഞ്ഞു കൊടുക്ക്, ഞാൻ കരാട്ടെ ആ മോഡിലേക്ക് പോകും. പക്ഷെ അതല്ലാതെ ലൈക്ക് ഇപ്പൊ നമുക്ക് അൺകംഫർട്ടബിൾ ആക്കുന്ന ഒരു നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ, ഇപ്പൊ എനിക്ക് കേൾക്കുമ്പോ ലൈക്ക് ഐ ഡോണ്ട് വാണ്ട് ടോക്ക് അബൌട്ട് ഇറ്റ്. അത് പല കാര്യങ്ങളുണ്ടാവാം. പല കാര്യങ്ങൾ ആ സമയത്ത് എന്തായിരിക്കോ അവരെന്തായിരിക്കും സംസാരിക്കുന്നത് ആ കോണ്ടെക്സ്റ്റ് അനുസരിച്ചിരിക്കും. ഇപ്പൊ ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ, നിർഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം ദിവ്യക്ക് നഷ്ടപ്പെട്ട ഒരു സിനിമ. അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടോ ലൈഫില്? കൊറേ. ബിക്കോസ് എനിക്ക് നിർഭാഗ്യം എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് എനിക്ക് പ്രൊമോഷൻ കിട്ടിയ സമയമായിരുന്നു. അതൊരു നിർഭാഗ്യമല്ല. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അപ്പൊ എനിക്ക് ലീവ് കിട്ടില്ല. ഊഴമാണ് ഞാൻ ലാസ്റ്റ് അൺപെയ്ഡ് ലീവ് 3 മാസം എടുത്തിട്ട് ഞാൻ ചെയ്ത സിനിമ. 2.5 months അൺപെയ്ഡ് ലീവ് എടുത്തിട്ടാണ് ഞാൻ ചെയ്തത്. അതല്ലാതെ ഞാൻ പിന്നെ എനിക്ക് അൺപെയ്ഡ് ലീവ് തരില്ല എന്ന് പറഞ്ഞു. എനിക്ക് അവിടെ പ്രൊമോഷൻ കിട്ടി. പിന്നെ എൻ്റെ ആ പോസ്റ്റിൽ അവർക്ക് അങ്ങനെ അൺപെയ്ഡ് ലീവ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരുപാട് സിനിമ, വിജയ് സേതുപതി സാറിൻ്റെ സിനിമ എനിക്ക് വന്നായിരുന്നു. ഫഹദിൻ്റെ ഒരു പടം വന്നിട്ടുണ്ടായിരുന്നു.
അങ്ങനത്തെ കുറച്ച് 2-3 ഫിലിംസ് എൻക്വയറീസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ലീവ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ നമ്മൾ അതിനെപ്പറ്റി അധികം പിന്നെ ചില സിനിമകൾ അങ്ങനെ ഞാൻ പിന്നെ അതിനുശേഷം വേണ്ട എന്ന് പറ്റില്ല എന്ന് പറഞ്ഞ സിനിമകളൊക്കെ ഞാൻ ചില സമയത്ത് ബിക്കോസ് നമുക്ക് ഒരു ക്യാരക്ടർ സ്കെച്ച് മാത്രമേ ആ സമയത്ത് കിട്ടത്തുള്ളൂ. ഏതാ സിനിമയുടെ പേരൊന്നും നമുക്കൊന്നും അറിയില്ല. അപ്പോൾ ഓരോ സിനിമകൾ പിന്നെ ഞാൻ ഇതൊക്കെ ചെയ്തായിരുന്നെങ്കിൽ പിന്നെ ഇതായിരിക്കുമോ ഫഹദിന്റെ സിനിമ അവർ ചോദിച്ചത്, ഇതായിരിക്കുമോ വിജയ് സേതുപതിയുടെ സിനിമ ചോദിച്ചത്, ഇതായിരിക്കുമോ എന്ന് ഞാൻ അതെങ്ങനെ കാണും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ പിന്നെ ഐ വാസ് ലൈക്ക് ഇങ്ങനെ ക്യാരക്ടർ ഞാൻ ചെയ്തായിരുന്നെങ്കിൽ ഇഫ് ഐ എങ്ങനെയായിരിക്കുമായിരുന്നു, ഹൗ വുഡ് ഇറ്റ് ബി, അങ്ങനത്തെ ഒരു ചില റിഗ്രറ്റ്സ് പോലെ. പിന്നെ നമുക്ക് ഒരു കാര്യമുണ്ട്, സിനിമ എന്ന് പറയുമ്പോൾ ലൈക്ക് നമുക്ക് ചൂസ് ചെയ്യാം. ഐ മീൻ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയാം, ലൈക്ക് എനിക്ക് ചൂസ് ചെയ്യായിരുന്നു ഏത് സിനിമയാണ് ചെയ്യേണ്ടത്, എന്താ എടുക്കണ്ടേ, എപ്പോഴാണ്. ജോലി എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പൊ എത്ര നല്ല ചെയ്താലും അത് നമ്മുടെ ജോലിയാണ്. നമ്മുടെ റിപ്പോർട്ട് എത്ര പെട്ടെന്ന് കൊടുത്താലും ഓക്കെ താങ്ക് യു പോലും ചില സമയത്ത് കിട്ടുന്നില്ല, ഗുഡ് ജോബ് ഒന്നും നമ്മൾ അതെ നമ്മുടെ ദാറ്റ് ഈസ് യുവർ ഡ്യൂട്ടി ടു ഡു ഇറ്റ് ആൻഡ് യു ആർ ഡൂയിങ് ഇറ്റ്. പിന്നെ സോ ഒരു സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആ കോർപ്പറേറ്റ് ലൈഫിൽ എനിക്ക് കിട്ടാതെ ആയിപ്പോയി. ലൈക്ക് ആൻഡ് ദെൻ സോ ദെൻ ഐ വാസ് തിങ്കിങ്. പിന്നെ ഞാൻ എൻ്റെ ബോസിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ മൈ സുപ്പീരിയർ ലൈക്ക് സുധീർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ആൻഡ് ദെൻ സുധീർ ശ്രീധരൻ, ആൻഡ് അദ്ദേഹം ഞാൻ പറഞ്ഞു ലൈക്ക് ഞാൻ ഡബിൾ മൈൻഡിൽ നിൽക്കാം, ലൈക്ക് മൂവീസ് അതെ ആൻഡ് ഐ കാൺ ടേക്ക് ലീവ്. ഞാൻ ഈ ചെറിയ ലൈക്ക് 5 ദിവസം 10 ദിവസത്തെ ഷൂട്ട് ലീഡ് റോൾസ് തന്നെ, പക്ഷെ അത്രേ ഉള്ളൂ 5-10 ദിവസം. നല്ല ക്യാരക്ടേഴ്സ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല, ലൈക്ക് ഈ ഒരു വന്നു പോകുന്ന ക്യാരക്ടേഴ്സ് പോലെ. ബട്ട് പറയുമ്പോൾ നായിക എന്ന് പറയുന്ന ഒരു ഫിലിം ഒക്കെ ചെയ്യുന്നു. ആൻഡ് ഐ എൻജോയ് ആക്ടിങ്. എനിക്ക് അഭിനയിക്കാം, അതിലൊരു സാറ്റിസ്ഫാക്ഷൻ. ചെറിയ സിനിമയാണെങ്കിലും ആ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ഈ ഡെസ്കിൽ ഇരുന്നിട്ട് കിട്ടുന്നില്ല. തിരിച്ച് ഞാൻ ഈ ജോലി ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല. പിന്നെ അപ്പോൾ ആ ഒരു ഇൻഡിപെൻഡൻസ് നമുക്ക് ചൂസ് ചെയ്യാം നമ്മുടെ സിനിമ, അതൊക്കെ വരും. അപ്പോൾ ഹീ സെഡ് ദാറ്റ് ഓക്കെ ഒരു ഫൈനാൻഷ്യൽ ബാക്കപ്പ് സ്റ്റാർട്ട് സേവിങ് മണി. എല്ലാ ഒരു ബാക്കപ്പ് ഇപ്പോൾ ഇവിടുന്ന് വിടുമ്പോൾ ഗ്രാറ്റുവിറ്റി ഒക്കെ കിട്ടും. സേവ് യുവർ മണി, ബിക്കോസ് ഇത് ഇപ്പോൾ ഒരു പുതിയ ഒരു സ്റ്റാർട്ടിങ്ങിന് നീ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ, യു ഷുഡ് ഹാവ് സം ഫിനാൻഷ്യൽ ബാക്കപ്പ്. യു കാൺ സ്റ്റാർട്ട് സംതിങ് ലൈക്ക് യുനോ. പിന്നെ അവിടെ പോകുമ്പോൾ തന്നെ യു ഷുഡ് ആരുടെ മുമ്പിൽ നമ്മൾ കൈ നീട്ടരുത്. പേരൻസ് ബാക്കപ്പ് ഉണ്ട്, എന്നാലും അച്ഛൻ അമ്മയുടെ അടുത്ത് നമ്മൾ എത്രമാത്രം ചോദിക്കും. ലൈക്ക് അതും ആഫ്റ്റർ എ പോയിന്റ് യു ആർ നോട്ട് ഇപ്പം 16-17 വയസ്സല്ലല്ലോ. യുനോ നമ്മൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, പഠിച്ചു, ജോലി ചെയ്യുന്നു. അപ്പോൾ അത് കഴിഞ്ഞാൽ യു ഹാവ് എ സർട്ടൻ റെസ്പോൺസിബിലിറ്റി ഇൻ യുവർ ലൈഫ്. നമ്മുടെ കാര്യം നമ്മൾ സ്വന്തമായിട്ട് തന്നെ നോക്കണം. അപ്പോൾ ആ ഒരു ഫീലിംഗും കൂടെ വന്നപ്പോൾ ഐ ഡിസൈഡഡ് ഓക്കെ ശരി എന്തായാലും അതെ എന്നുള്ള രീതിയിൽ ഇങ്ങോട്ട് വരാം. ഓക്കെ ചെയ്ത് മൂവി ചെയ്യാം, അങ്ങനെ ഒരു ഡിസിഷൻ എത്തി. അതുകൊണ്ട് ഇന്നിപ്പോൾ ദിവ്യ പിള്ള ഇങ്ങനെ ബാക്ക് ടു ബാക്ക് കുറെ മൂവീസും ഒക്കെ ആയിട്ട് ഇങ്ങനെ ലൈം ലൈറ്റിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നു. ഓക്കെ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. തൊട്ടടുത്ത് നിന്ന് അഭിനയിക്കുന്ന നടനെ കുറിച്ചുണ്ടായിരുന്ന ഒരു അസസ്മെന്റ് തുലോം കൂടിപ്പോയ ഒരു നിമിഷം എന്ന് വെച്ചാല് നമ്മൾ തമ്മിൽ ആക്ട് ചെയ്യുവാണെങ്കിൽ ദിവ്യ വിചാരിച്ചു ഞാൻ ഇത്രേ ആക്ട് ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ നമ്മൾ തമ്മിൽ അഭിനയിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് വാവ് യാ എന്ത് നല്ലൊരു പെർഫോമൻസാണ് ചെയ്യണത്, ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും എത്ര നല്ല പ്രൊഫഷണൽ ആണ്, അല്ലെങ്കിൽ എത്ര നല്ല രീതിയിലാണ് ഇവർ ആക്ട് ചെയ്യണത്. അത് മെയിലോ ഫീമെയിലോ ആരെങ്കിലും ആയിക്കോട്ടെ. ഐ തിങ്ക് എവ്രി വൺ ദാറ്റ് ഐ ഹാവ് ആക്ടഡ് വിത്ത്. ഇപ്പോൾ ഞാൻ പറയാം ലൈക്ക് ഞാൻ എൻ്റെ കോസ്റ്റാർസ് ഫഹദ്, ഓക്കെ, ആൻഡ് പൃഥ്വിരാജ്, വിജയ് സേതുപതി സർ, ഓക്കെ, ടൊവിനോ, പിന്നെ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പടം സായ് പല്ലവിയും നാഗചൈതന്യ. അതിൽ സായ് പല്ലവി യുനോ ഹേർ ഐ മീൻ ഷീ നോസ് എങ്ങനെയാണ് എവിടെയാണ് ഈ ടെക്നിക്കൽ കാര്യങ്ങൾ എനിക്ക് അറിയില്ല എന്ന് മാത്രമല്ല ഐ എം നോട്ട് വെരി കീൻ ഓൺ ദാറ്റ് ഓൾസോ. ഞാൻ എന്താണോ ഡയറക്ടർ എൻ്റെ അടുത്ത് പറയുന്നത് എവിടെയാണ് നോക്കുന്നത് ഞാൻ അതങ്ങ് ചെയ്ത് ഞാൻ ആ ക്യാരക്ടറിലേക്ക് പോവും. ഞാൻ അന്നേരം ശ്രദ്ധിക്കില്ല ലൈറ്റിന്റെ ഇവിടെ പൊസിഷനിങ്ങോ അല്ലെങ്കിൽ ക്യാമറയുടെ പൊസിഷനിങ്ങോ, അങ്ങനെ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാറില്ല എത്ര ഇത് കൊടുക്കണം അത്. ബട്ട് ഷീ നോസ് എവറിത്തിങ് ആൻഡ് ഷീ ഇപ്പൊ ഞാൻ അങ്ങനെ ഞാൻ കണ്ടേക്കുന്നത് ഇപ്പൊ ധ്യാൻ അല്ലെങ്കിൽ പൃഥ്വിരാജും ഒക്കെയാണ് ഞാൻ കണ്ടേക്കുന്ന ആൾക്കാർ അവർ പറയുന്നത് ലൈക്ക് ഓക്കെ ഇങ്ങനെ ഷോട്ട് വെക്കാം അങ്ങനെ ഷോട്ട് വെക്കാം എന്ന് എനിക്ക് ഡയറക്ടർ കേൾക്കുകയും ചെയ്യും. അവർ പറയുന്നതൊക്കെ ഡെഫിനറ്റ്ലി അവർ കേൾക്കുകയും ചെയ്യും ഒബ്വിയസ്ലി.
സായ് പല്ലവി പറയും. ഓ ഷീ ടെൽസ് ഇതിവിടെ തന്നെ ഇവിടെ ഇത് പോതും എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി പറയും എങ്ങനെയാണ് ആ ഒരു സീൻ ചെയ്യേണ്ടതെന്ന്. ആൻഡ് ഐ ഫൗണ്ട് ദാറ്റ് സോ എംപവറിങ് ആൻഡ് ഐ ഫൗണ്ട് ദാറ്റ് വെരി ലൈക്ക് ഐ എം ലൈക്ക് വാവ് ഷീ നോസ് ലൈക്ക് എനിക്ക് അതിൻ്റെതായ ലൈക്ക് ഐ നെവർ ഹാഡ് ദാറ്റ് എനിക്ക് ഈ ഒരു ക്രിയേറ്റീവ് സൈഡ് എന്നല്ലാതെ ഈ ടെക്നിക്കൽ ഭാഗങ്ങളൊന്നും. But as an artist, she knows everything. And like any other male actors, like who are so much into movies and who are so much into our blood and every cell has movies. She has that. And that was very എനിക്കത് കണ്ടതിൽ എനിക്ക് ഭയങ്കര തോന്നിയിരിക്കുന്ന ഒന്നാണ്. ഓക്കെ, ഓവർ ടു നെക്സ്റ്റ് വൺ. ചെയ്യേണ്ടിയില്ലായിരുന്നു എന്ന് ഇതുവരെയും തോന്നിയ സിനിമകളുടെ ഒരു എണ്ണം, കുറേ നമ്പേഴ്സ് ഉണ്ടാവും. ലൈക്ക് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന ഒരു സിനിമ എനിക്ക് അങ്ങനെ ഇല്ല. ബിക്കോസ് എവറി മൂവി ഐ ലേൺ സംതിങ്. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യേണ്ടത് വരെ ഞാൻ പഠിച്ചത് ഓരോ സിനിമ ചെയ്തിട്ടാണ്. അത് പിന്നെ വീണ്ടും കണ്ടിട്ടും, ബിക്കോസ് എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു എങ്ങനെയാണ് ഇതൊന്നും നമ്മൾ പറഞ്ഞു തരാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഐ ഡോണ്ട് ഹാവ് എനി വൺ ലൈക്ക്. ആൻഡ് നമ്മൾ ഓരോ എക്സ്പീരിയൻസിൽ കൂടി തന്നെയാണ് നമ്മൾ ഓരോന്ന് പഠിക്കുന്നതും എടുക്കുന്നതും. പിന്നെ എങ്ങനെയാണ് സിനിമ ആൾക്കാർ, ഐ ഫീൽ ലൈക്ക് സിനിമയിലുള്ള ആൾക്കാർ തന്നെ വേറൊരു തരം ബ്രീഡ് തന്നെയാണെന്ന് തോന്നുന്നു. സോ അപ്പോൾ ഹൗ ഡു യു മിങ്കിൾ വിത്ത് ദം, ഹൗ ഡു യു ടോക്ക് ടു ദം? ബിക്കോസ് ഐ കം ഫ്രം എ വെരി കോർപ്പറേറ്റ് എന്റെ ലൈഫ് അങ്ങനെ ഒരു ഇറ്റ് ഹാഡ് ഇറ്റ്സ് ഓൺ ഡിസിപ്ലിൻ ആൻഡ് ഓൾ ദോസ് തിങ്സ്. അപ്പോൾ when it comes here I find it very like അവിടെ വർക്ക് എത്തിക്സ് ഭയങ്കര ഡിഫറെന്റ് ആണ്. അപ്പോൾ അതിൻ്റെതായൊക്കെ ഐ ഫൗണ്ട് ഇറ്റ്. ഓക്കെ, ശരി. ഡെയിലി ലൈഫിൽ ഏറ്റവും കൂടുതലായി പിന്തുടരുന്ന ഒരു ഫീലിംഗ്? ഡെയിലി ലൈഫിൽ ഏറ്റവും കൂടുതലായിട്ട് പിന്തുടരുന്ന ഒരു ഫീലിംഗ്, അതായത് എപ്പോഴും ഏറ്റവും കൂടുതൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇതാണോ? എന്ത് ഫീലിംഗ് ആണ്? അതോ ന്യൂട്രൽ ബാലൻസ്ഡ് ആണ് ഡേ എന്ന് പറയുന്നത്? ന്യൂട്രൽ ഫീലിംഗ് ആണ്. ഇറ്റ് ഡിപെൻഡ്സ് on നമ്മുടെ പിന്നെ ഇറ്റ് ഓൾ വേരീസ് അല്ലേ, ഡേ ടു ഡേ എല്ലാം നമ്മുടെ ഓരോ ഇൻസിഡൻസ് വരുന്നതും ഇറ്റ് ഓൾ വേരീസ്. അപ്പോൾ ഓക്കെ, നൗ യുവർ ബെസ്റ്റ് മൂവി? I think my best movie is so far I don't know. എനിക്ക് എൻ്റെ സിനിമയിലെല്ലാം ഞാൻ കാണുന്നത് എന്തെങ്കിലും ഒരു കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടാവും. തീർച്ചയായിട്ടും അതുണ്ടാവും. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്നതോ എനിക്ക് തോന്നുന്നു. എനിക്ക് ആൾക്കാരിൽ നിന്നും എനിക്ക് എൻ്റെ ക്യാരക്ടർ ലൈക്ക് മൂവീനെക്കാട്ടിലും എൻ്റെ ക്യാരക്ടർ മംഗൾവാരം കുറേ പേര്, ഇപ്പോൾ തെലുഗു ഫിലിം ഞാൻ ചെയ്തത്, കുറേ പേർക്ക് അത് എൻ്റെ പെർഫോമൻസ് ഇഷ്ടമായി. അത് കേൾക്കുമ്പോൾ ഒക്കെ ഭയങ്കര സന്തോഷം തോന്നുന്നു. ലൈക്ക് that is all. But I feel like I still need to get a good character. എനിക്ക് it has to still come to me. എനിക്ക് ഇനിയും still waiting for that. Yeah, still waiting for that because I'm not like satisfied yet. It has to come. ഈ വർഷം തന്നെ വരട്ടെ കേട്ടോ, 24 തന്നെ അത് വരട്ടെ. ആൻഡ് നെക്സ്റ്റ് വൺ, സെലക്റ്റീവ് ആയാൽ മാത്രമേ സ്റ്റാർ വാല്യൂ കൂടൂ എന്നൊരു അഭിപ്രായം ഉണ്ടോ? ഐ മീൻ ഇപ്പോൾ നമ്മളിപ്പോൾ ആരും കാണാത്ത സിനിമ ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ അതിൽ നമ്മൾ സെലക്റ്റീവ് ആവണം. ആ രീതിയിൽ സെലക്റ്റീവ് ആണ് നമ്മൾ. ഏത് സ്ക്രിപ്റ്റ് ആണ്, ഏത് ടീമിന്റെ ലൈക്ക് ഇപ്പോൾ പുതിയ ടീം ആണെങ്കിലും ദേ ഷുഡ് ബി അറിയാവുന്ന ടീം. ലൈക്ക് ദ ഡയറക്ടർ അവർക്ക് എന്തെങ്കിലും ഒരു ലൈക്ക് ദേ ഷുഡ് ഹാവ് ദാറ്റ് ആ ഒരു കഴിവോ എന്തെങ്കിലും ലൈക്ക് ദേ ഷുഡ് ഹാവ് ദാറ്റ് USP. ഇല്ലെങ്കിൽ എല്ലാവരും ഫെയിൽ ആവില്ലേ? ലൈക്ക് ദ എൻറ്റയർ ദ സിനിമ ഇറ്റ്സെൽഫ് വിൽ ഫെയിൽ. സോ അങ്ങനെ ഒരു ആരും കാണാത്ത സിനിമയിൽ ഒരു ഭാഗമായിട്ട് കാര്യമില്ല. അപ്പൊ ആ രീതിയിൽ സെലക്റ്റീവ് ആവണം. ഓക്കെ, ദിവ്യയെ കുറിച്ച് കേട്ട് ഞെട്ടിപ്പോയ ഒരു റൂമർ? ഞെട്ടിപ്പോയത് ആദ്യത്തെ റൂമ് ഞാനും GPയും തമ്മിൽ എന്താ ഇഷ്ടത്തിലാണ്. ഹീസ് എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. ഞാൻ എടാ പൊടാ ആ ഒരു ഇപ്പൊ ബിയെനെയും പൂജിതനെയും കണ്ടില്ലേ, ആ സെയിം ഇതാണ് ജിപിയോട് ഉള്ളത്. അതാണെന്ന് മാത്രം ഇവര് ഗേൾസ് അതാണ് എനിക്ക് റൂമർ ആയിട്ടുള്ളത് ഞെട്ടിപ്പോയ ഒരു കാര്യം. ഓക്കെ, അപ്പൊ നമ്മുടെ അങ്ങനെ ഈ ഒരു സെഗ്മെന്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ നെക്സ്റ്റ് സെഗ്മെന്റിലേക്ക് പോകാം, വിച്ച് ഇസ് ലൈഫ് കാർഡ്സ്. അതെന്താണെന്ന് ഞാൻ പറയാം. ഓക്കെ, ഇത് ലൈഫ് കാർഡ്സ് എന്ന് പറഞ്ഞാൽ ഇതിലിപ്പോ ഞാൻ കുറെ കാർഡ്സ് വെച്ചിട്ടുണ്ട്. ഓരോ കാർഡ്സിനകത്തും ഓരോന്ന് എഴുതിയിട്ടുണ്ട്. അതെന്താണ് എഴുതിയിരിക്കുന്നത് ഓരോന്ന് 1 by 1 ആയിട്ട് ദിവ്യ അതൊന്ന് വായിച്ചിട്ട് ഓർക്ക വായിക്കുക. എന്നിട്ട് അതിന്റെ ഒരു ഇതേപോലെ തന്നെ സെയിം യുവർ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ ഒന്ന് പറയാം. ഓക്കെ, would you rather be famous or happy? Yeah, always. Yeah.
പിക്കിംഗ് ദ ബെസ്റ്റ് ഇസ് എ ഹാബിറ്റ്. അതെനിക്ക് മനസ്സിലായില്ല. അത് എന്ത് പോയി എടുത്താലും ദിവ്യയുടേതായിട്ട് ദിവ്യ പിക്ക് ചെയ്യണത് എപ്പോഴും ദ ബെസ്റ്റ് തന്നെ ആയിരിക്കും. അങ്ങനത്തെ ഒരു ഹാബിറ്റ് ആണോ ദിവ്യക്ക്? നോട്ട് നെസസറിലി. ദിവ്യയുടെ സെലക്ഷൻ അല്ലെങ്കിൽ ഇപ്പൊ ഒരു കടയിൽ പോയി ഡ്രസ്സ് എടുത്തിട്ട് വന്നാൽ ആ കടയിലെ ദ ബെസ്റ്റ് ഡ്രസ്സ് തന്നെയായിരിക്കും ദിവ്യ എടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്താണെങ്കിലും അത് എനിക്കിഷ്ടം. എന്റെ ബെസ്റ്റ് ആയിരിക്കുമല്ലോ ഞാൻ എടുക്കുന്നുണ്ടാവുക അല്ലേ? ഇറ്റ്സ് ഓൾ എന്താ പറയാ, നമുക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കില്ലേ. ഇപ്പൊ എന്റെ ബെസ്റ്റ് ആയിരിക്കില്ല എന്റെ ബെസ്റ്റ്. ഓക്കെ, യുവർ ബെസ്റ്റ് ഓർ യു നോ യുവർ ബെസ്റ്റ് മൈറ്റ് നോട്ട് ബി മൈ ബെസ്റ്റ് ആൻഡ് ലൈക്ക് യു നോ. സോ അങ്ങനെ. സോ ദിസ് ഈസ് വെരി എന്താ പറയാ, അത് വേണ്ട, അപ്പോ സെറ്റ് ആവില്ല. ഓക്കെ, നെക്സ്റ്റ്. ഇർറിപ്ലേസിബിൾ ലോസ്. ഐ തിങ്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? യാ, ഓഫ് കോഴ്സ്. എന്റെ അത് അഗൈൻ ഈ മൂവി വന്നതിന് ശേഷമാണോ അതോ ബിഫോർ ദാറ്റ് ആണോ? ബിഫോർ ദാറ്റ്. എന്നെ 7 വയസ്സ് വരെ മമ്മിയും ഡാഡിയും വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ ഉണ്ടായപ്പോൾ ചേച്ചിക്ക് 3 വയസ്സ്, 2.5-3 വയസ്സ് ഉള്ളൂ. അപ്പോൾ ചേച്ചി വിചാരിച്ച ഞാൻ പുതിയ ടോയ് ആണെന്നാ. ചേച്ചി കളിക്കാൻ വേണ്ടി ടോയ് ആയിരുന്നാ വിചാരിച്ചത്. അപ്പോൾ എന്നെ എപ്പോഴും ഷീ യൂസ് ടു ലൈക്ക് യുനോ, അപ്പം ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എനിക്ക് 30 days ആയിരുന്നപ്പോൾ മമ്മി എന്നെ നാട്ടിൽ അപ്പൂപ്പൻ അമ്മൂമ്മയുടെ അടുത്ത് ആക്കിയിട്ട് അമ്മ ഹാഡ് ടു കം ബാക്ക് ടു വർക്ക്. അമ്മ ദുബായിൽ ആ സമയത്ത് നേഴ്സായിരുന്നു, ഡാഡിക്ക് ബിസിനസ് ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ അന്നേരം അന്ന് മുതൽ എന്നെ നോക്കിയത് എൻ്റെ വല്യമ്മച്ചിയാണ്. വല്യമ്മച്ചി എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഏറ്റവും മൂത്ത ചേച്ചി. എന്നിട്ട് എനിക്ക് 10 മാസം ആയപ്പോൾ തിരിച്ച് വല്യമ്മച്ചിക്കും വിസ എടുത്തിട്ട് വല്യമ്മച്ചി നമ്മുടെ വീട്ടിൽ കൂടെ വരികയായിരുന്നു. അപ്പൊ ഞാൻ വല്യമ്മച്ചിയാണ് എന്നെ 7 വയസ്സ് വരെ വളർത്തിയതും നോക്കിയതും എല്ലാം. ഒരു അമ്മ ചെയ്യുന്ന എല്ലാം ചെയ്തതും വല്യമ്മച്ചിയായിരുന്നു. ബിക്കോസ് എന്നെയും ചേച്ചിയെ, പക്ഷെ ഞാൻ കൂടുതൽ അറ്റാച്ച്ഡ് ആയിരുന്നു വല്യമ്മച്ചിയുടെ അടുത്ത്. അപ്പോ പിന്നെ അതിനുശേഷം ഷീ സഡൻലി ലൈക്ക്, അപ്പോൾ ആ സമയത്ത് എനിക്ക് മനസ്സിലാവില്ലായിരുന്നു. വല്യമ്മച്ചിയുടെ മോള് ദുബായിൽ വന്നു കല്യാണം കഴിഞ്ഞ്. അപ്പൊ വല്യമ്മച്ചിക്ക് കൊച്ചുമോളുണ്ടായി, മഞ്ജുഷ മോളുണ്ടായി. അപ്പൊ അന്നേരം വല്യമ്മച്ചി പോണ്ടി വന്നു. ഐ മീൻ എനിക്കത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത്. സോ that left a void in me, you know, at some point it left a void. അപ്പോൾ പിന്നെ അതിന് ശേഷം there was a distance, ഭയങ്കര ഒരു ഡിസ്റ്റൻസ്, ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പിന്നെ വല്യമ്മച്ചി മരിച്ചപ്പോൾ എനിക്കൊരു വല്ലാത്ത ഒരു ഇർറിപ്ലേസിബിൾ ലോസ് ഫോർ മീ എനിക്ക്. അപ്പോൾ എനിക്ക് ഐ ഹാവ് ദാറ്റ് ബോണ്ട് വിത്ത് വല്യമ്മച്ചി. അപ്പോൾ അത് I never, even in my like as we are growing up also, I could never fill that void, you know. ശരിക്കും വേറൊരാൾക്കും അത് ചെയ്യാനും പറ്റില്ല. എൻ്റെ മമ്മി ഉണ്ട്, നോട്ട് സെയിങ് ദാറ്റ്. പക്ഷെ മമ്മി എപ്പോഴും, മമ്മിക്കും മമ്മിയുടേതായ ലൈക്ക് ഷിഫ്റ്റ് വർക്ക് ആയിരുന്നു ആ സമയത്ത്. മോർണിംഗ് ഷിഫ്റ്റ്, ആഫ്റ്റർനൂൺ ഷിഫ്റ്റ്, ഈവനിങ് ഷിഫ്റ്റ്. സോ ബൈ ദെൻ ഞങ്ങൾ 7-8 എനിക്ക് 7-8 വയസ്സായപ്പോൾ തന്നെ അമ്മ ഓരോന്നൊക്കെ ഞങ്ങളെ പഠിപ്പിച്ച് തുടങ്ങിയായിരുന്നു. മൈക്രോവേവിൽ എങ്ങനെയാ ചൂടാക്കണ്ടേ, എങ്ങനെയാ വെജിറ്റബിൾസ് കട്ട് ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഞാൻ കുക്കിംഗ് തന്നെ പഠിക്കാൻ തുടങ്ങിയത്. ബിക്കോസ് നമുക്ക് വേറെ അന്നേരം നമുക്ക് വേറെ ഒരു മെയ്ഡോ ഒന്നും നമ്മുടെ വീട്ടിൽ അങ്ങനത്തെ ഒരു കൾച്ചറൊന്നും ഇല്ല. അപ്പോൾ എല്ലാം ഞാനും ചേച്ചിയും തന്നെ ചെയ്യണം. സോ മമ്മി ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. പക്ഷെ ഈ വല്യമ്മച്ചി ഭയങ്കര എൻ്റെ അടുത്ത് ഒരു കുറച്ചുകൂടെ പാമ്പേർഡ് ആയിരുന്നല്ലേ നിങ്ങൾ വല്യമ്മച്ചിയുടെ ഇടയിൽ. അവിടെ അന്നേരം എനിക്ക് പാല് എന്ന് പറഞ്ഞ സാധനം ഇഷ്ടമല്ല ഇപ്പോഴും. അപ്പോൾ അമ്മ ചേച്ചിയുടെ അടുത്ത് എന്ത് കൊടുത്താലും ചേച്ചി കുടിക്കും, കഴിക്കും ഒക്കെ ചെയ്യും. അപ്പൊ ഞാൻ ഇച്ചിരി ട്രബിൾസം കിഡായിരുന്നു, ലൈക്ക് ഭയങ്കര ഫസി വിത്ത് ഫുഡ്. ഇപ്പൊ ഒക്കെ എനിക്ക് അങ്ങനത്തെ പിള്ളേരെ കാണുമ്പോൾ ഞാൻ ലൈക്ക് പക്ഷെ ഞാനും അങ്ങനെയായിരുന്നു. അപ്പൊ ഇപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അമ്മയുടെ അന്നത്തെ ആ ഒരു ഒന്നാമത്തെ വർക്കിംഗ് ലേഡി അല്ലേ, അപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ടെൻഷൻ, അതെ, ആ ഒരു സ്ട്രെസ് എനിക്കത് മനസ്സിലാക്കാം. അന്ന് ഞാൻ അമ്മ ക്രൂര, അമ്മ എന്നെ ക്രൂരമായി മർദ്ദിക്കുന്നു, അമ്മ എന്നെ ക്രൂരമായി, ഓ മൈ ഗോഡ് ചൈൽഡ്ഹുഡ് ട്രോമ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ. പക്ഷെ now I know that you know she knew her best and she was doing her best. ഉള്ള കാര്യം എനിക്ക് ഇപ്പം അറിയാം. അതെ. സോ വല്യമ്മച്ചി. വല്യമ്മച്ചിയുടെ പേര് കൂടെ പറയൂ. അമ്മിണി എന്നാണ് വല്യമ്മച്ചിയുടെ പേര്. അമ്മിണി വല്യമ്മച്ചി എന്നാണ് ഞാൻ വിളിക്കുന്നത്. ഓക്കെ. അപ്പൊ ദേവി എന്നാ ശരിക്കും ഒറിജിനൽ നെയിം ദേവി. അമ്മിണി എന്നാണ് വീട്ടിൽ വിളിക്കുന്ന പേര്. അപ്പൊ അങ്ങനെ അണ്ടർ കോൺഫിഡൻറ്റ്, ഐ വുഡന്റ് സേ
ലിറ്റിൽ ബിറ്റ് ഐ ഡോണ്ട് നോ ഐ മീൻ ഞാനൊരു ഭയങ്കര എന്നെ തന്നെ സെൽഫ് ക്രിട്ടിക്ക് ചെയ്യുന്ന ഒരാളാണ്. ഐ ഡോണ്ട് ഫൈൻഡ് മൈ സെൽഫ് ലൈക്ക് ഐ ഫീൽ ലൈക്ക് ഐ ക്യാൻ പുഷ് മൈ സെൽഫ് മോർ, കുറച്ചും കൂടെ ആവാം. ഇപ്പം ഇപ്പോൾ ഈ ഇന്റർവ്യൂ ഞാൻ എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഇന്റർവ്യൂസ് കാണാറില്ല. എനിക്ക് കണ്ടോണ്ടിരിക്കാൻ പറ്റില്ല. ബിക്കോസ് എന്നെ തന്നെ ലൈക്ക് സിനിമകളും അങ്ങനെ കുറച്ച് പേര് അങ്ങനെ പറയണ കേട്ടിട്ടുണ്ട്. അവർ വൺസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവരെ തന്നെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ പറ്റില്ല. എനിക്ക് സിനിമ ആണെങ്കിലും ലൈക്ക് ആഫ്റ്റർ പോയിന്റ് ബിക്കോസ് ഐ നോ ദാറ്റ് ഐ ഓക്കെ ഇങ്ങനെ ഇച്ചിരി ഭേദമായിട്ട് ചെയ്യായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ് ആ സമയത്ത് നമുക്ക് എന്താണോ തോന്നുന്നത്, that's very important. അപ്പോൾ I'm still working on that. ആ ഒരു സമയത്ത് എനിക്ക് എപ്പോഴും എൻ്റെ വിനീതേട്ടനായിരുന്നു എൻ്റെ ഫസ്റ്റ് സിനിമ. അപ്പോൾ വിനീതേട്ടനാണ് എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത്, എനിക്ക് പ്രസൻസ് ഓഫ് മൈൻഡ് എൻ്റെ ഇവിടെ അവിടുന്ന് കാക്ക പോകുന്നു, അവിടെ ബിരിയാണി ആരോ ഒഴുക്കുന്നു, എൻ്റെ ശ്രദ്ധ ഇവിടെ എവിടെയൊക്കെ പോകും, ഡൈവേർട്ടഡ് ആവും, ഇങ്ങനെ അറ്റൻഷൻ ഇങ്ങനെ. അപ്പോൾ ഈസൊക്കെ എൻ്റെ മോളെ നീ ഇവിടെ കോൺസെൻട്രേറ്റ്, ഇവിടെ അപ്പോൾ അത് ഐ ഹാഡ് ടു റിയലി വർക്ക് ഓൺ ദാറ്റ്. ചില ആൾക്കാർക്ക് അത് ഭയങ്കര ഈസി ആയിട്ട് വരും, എനിക്കത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഫോക്കസ്ഡ് ആ ഒരു ഇതൊരു ഐ റിയലി ഹാഡ് ടു വർക്ക് ഓൺ ദാറ്റ്. സോ അതിൻ്റെതായ പ്രശ്നങ്ങൾ എനിക്ക് എന്റെ പ്രശ്നങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഐ നോ എന്റെ കാലിബർ എന്താണെന്നും ഇത് എവിടം വരെ അത് എത്തുന്നുള്ളൂ എന്നുള്ള ഒരു അതുകൊണ്ടാണ്. I won't say I'm underconfident. I think I'm overconfident. But I know my caliber. Okay, yeah, I understood. Adu. The person you choose to talk while you're unhappy, I think you've met both of them. ഇവർ രണ്ടുപേരാണ് സത്യം പറഞ്ഞ. പിന്നെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് റിങ്കു എന്നാണ് ഞാൻ വിളിക്കുന്നത്. റിങ്കു ഇസ് ഇൻ ഓസ്ട്രേലിയ ഇപ്പോൾ. കാവ്യയുടെ സിസ്റ്റർ ഇൻ ലോയാ, കാവ്യ മാധവന്റെ. അപ്പൊ ഇവളുടെ കല്യാണം കാരണമാണ് ഞാൻ സിനിമയിൽ വരുന്നത് തന്നെ. അപ്പോ റിങ്കു എൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട് അമ്പിളി. ഇവരാണ് എൻ്റെ ഗോ ടു പീപ്പിൾ. എനിക്ക് എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐ ഗോ ടു ദം. ഇമ്പാക്ട് ഓഫ് മ്യൂസിക് ഇൻ മൈ ലൈഫ്, ഐ തിങ്ക് മ്യൂസിക് എനിക്ക് ഭയങ്കരമായിട്ടും ഐ എം വെരി മച്ച് ഇൻവോൾവ്. എൻ്റെ ആദ്യം ഞാൻ കൊച്ചി വരുമ്പോൾ എൻ്റെ വളരെ ഒരു അടുത്ത സുഹൃത്തായിരുന്നു നിത്യ. മിനി, ഷീ സ്റ്റിൽ ഈസ്. നിത്യയാണ് എന്നെ ലൈക്ക് വി സ്റ്റാർട്ടഡ്. എനിക്ക് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞാൽ ഞാൻ റിസൈൻ ചെയ്ത് ഞാൻ നാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഷീ വാസ് വെരി കൈൻഡ് ഇനഫ് ടു ഓപ്പൺ എ ഹൗസ് ഫോർ മീ. ലൈക്ക് അവൾ പറഞ്ഞു, ഓക്കെ വൈ ഡോണ്ട് യു സ്റ്റേ വിത്ത് മീ. ആദ്യം ഞാനിവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, എൻ്റെ സ്വന്തം ഫ്ലാറ്റാണ്, വൈ ഡോണ്ട് യു സ്റ്റേ വിത്ത് മീ. ഷീ വാസ് വെരി കൈൻഡ് ഇനഫ് ടു ഡു ദാറ്റ്. യുനോ അങ്ങനത്തെ കുറച്ച് പേര് എൻ്റെ ലൈഫിലുള്ളത് ആണ്. ആൻഡ് മ്യൂസിക് ഫ്രം എനിക്ക് ഞാൻ നിത്യ പോലത്തെ ഒരു ഡെഡിക്കേറ്റഡ് ആർട്ടിസ്റ്റ് ഐ ഹാവ് നോട്ട് സീൻ. ഷീസ് വെരി ഡെഡിക്കേറ്റഡ്. ലൈക്ക് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയില്ലേ, ലൈക്ക് ഓരോ അവള് ബ്ലെസ്സി സാറിന്റെ അടുത്താണ്, സോറി ബേർണി സാറിന്റെ അടുത്താണ് പഠിക്കുന്നത്, മ്യൂസിക് പഠിക്കുന്നത്. അപ്പോൾ ഓരോരോ ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് മ്യൂസിക്, ഓരോരോ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മ്യൂസിക് ഞാൻ അവളുടെ കയ്യിൽ നിന്നാണ് ഓരോ ഡിഫറെൻറ്റ് ജോണേഴ്സ് ഓഫ് മ്യൂസിക് ഒക്കെ കേൾക്കാൻ തുടങ്ങിയത്. അപ്പോൾ എൻ്റെ ലൈഫിൽ കുറേ പേര് ഇപ്പോൾ അങ്ങനെ ഞാൻ പരിചയപ്പെട്ട കുറേ മ്യൂസിക് ഡയറക്ടേഴ്സും സിംഗേഴ്സും ഒക്കെ ഉണ്ട്. സോ ദേ ആർ ഓൾ വെരി സ്പെഷ്യൽ ഇൻ മൈ ലൈഫ്. ആൻഡ് അവരെ ദെയർ ഇമ്പാക്ട് ഇൻ ദെയർ മ്യൂസിക് ഇസ് വാട്ട് കൂടുതൽ ഞാൻ മ്യൂസിക്കിലേക്ക് അങ്ങനെയാണ് വന്നത്. മ്യൂസിക്കിനോടുള്ള ഒരു ഇതെല്ലാം അല്ലേ, ഒരു അറിവും ഇതൊക്കെ. നിത്യ എത്രയോ പാട്ട് പാടി തന്നിട്ടുണ്ടാവും. ഇപ്പൊ കൂടെ ദിവ്യം പാടാറില്ലേ? അല്ലേ, അപ്പൊ ഒരു പാട്ട് പാടും. പക്ഷെ അവള് വേണം. ഞാൻ നിത്യേനെ ഞാനല്ലേ കണക്ട് ചെയ്ത് തരേണ്ടി വരും. നിത്യേനെ എന്നാലും വിചാരിക്കുക, നിത്യയുടെ കൂടെ എപ്പോഴും നിങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ എനിക്കറിയാം നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്. കാരണം ഞാൻ നിത്യേനും ഇതുപോലെ ഇന്റർവ്യൂ ചെയ്തപ്പോ നിത്യ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ തമ്മിലുള്ള സ്വീറ്റ് കുറേ നിങ്ങൾ ഒരുമിച്ച് മെമ്മറീസ് കാര്യങ്ങളും ലോട്ട് ഓഫ് തിങ്സ്. ഞാനും നിത്യം എക്സ്പെഷ്യലി ഇപ്പൊ ഭയങ്കര തിരക്കാണ് അറിയാം. അപ്പൊ ഞങ്ങളുടെ രണ്ടുപേരുടെയും സ്കെഡ്യൂള് മാച്ച് ആവാൻ ഭയങ്കര പാടാണ് ഇപ്പൊ. അങ്ങനെ ആവട്ടെ. ബിക്കോസ് ഞാൻ എപ്പോഴും നിത്യയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ, ലൈക്ക് ഞാൻ പറഞ്ഞു നീ നോക്കിക്കോ, നിനക്ക് അവാർഡ്സും എല്ലാം നീ, ബിക്കോസ് ഐ റിയലി ലവ് ഹർ വോയിസ്. ആൻഡ് ഷീസ് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത്, ഡെഡിക്കേറ്റഡ് ഹാർഡ് വർക്ക് എന്ന് പറയില്ലേ. ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എന്തുണ്ടെങ്കിലും, ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ ഞാൻ കറങ്ങാൻ പോവാം, അത് ഇത് ചെയ്യാം, അതൊക്കെ. നിത്യ
വർക്ക് തന്നെയാണ് ഫസ്റ്റ് പ്രൊഫഷൻ. വർക്കും അല്ല, ഷീ വാണ്ട്സ് ടു ഡു ഹർ പ്രാക്ടീസ്, ഷീ വാണ്ട്സ് ടു ഡു ഹർ അതിന്റെ ഹാർഡ് വർക്ക് ആൻഡ് ഓൾ ഷീ ഈസ് പേയിങ് ഓഫ് റൈറ്റ് നൗ. ഓക്കെ. അപ്പൊ നിത്യക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തോണ്ട് നിങ്ങൾ ഒരുമിച്ചിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ പാടിയിരിക്കുന്ന ഒരു പാട്ട്? അവള് അരിജിത് സിംഗിന്റെ ഫാനാ, ഭയങ്കര ഫാൻ. ഓക്കെ, അപ്പോൾ നിത്യക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന സോങ്, അവളുടെ ഫേവറേറ്റ് സോങ്. പഠിക്കോ? എനിക്ക് നിത്യക്ക് അറിയാലോ. നിത്യക്ക് അറിയാം. അതാ പറഞ്ഞേ, പിന്നെന്താ, നിത്യക്ക് വേണ്ടി പാടുന്ന പാട്ടാണ്. നിത്യ കേട്ടോളൂ കേട്ടോ. അയ്യോ, അവള് ചിരിക്കും, അവൾക്കറിയാം ഞാൻ ഏതായിരിക്കും പാട്ട് പാടുന്നത്, പക്ഷെ അതല്ല. നിത്യ ഓക്കെ. इन्ना सोना क्यों रब ने बनाया, इन्ना सोना क्यों रब ने बनाया, आवा जावा ते में यारा नु मनावा, आवा जावा ते में यारा नु मनावा, इन्ना सोना, इन्ना सोना, इन्ना सोना. ഓക്കെ 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 ഓക്കെ. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. അത് മതി. അപ്പൊ ഇപ്പൊ നിത്യ ഇല്ലാത്ത സമയത്തൊക്കെ നിങ്ങളുടെ ഗാങ്ങിലെ സിംഗർ എന്ന് പറയുന്നത് ദിവ്യാണോ? അല്ല, പിന്നെ ആരായിരിക്കും? അയ്യോ, എന്റെ ഗാങ്ങിലെ സിംഗേഴ്സ് കുറെ പേരുണ്ട്. അയ്യോ, സിംഗേഴ്സേ ഉള്ളൂ. എന്റെ അമ്മയെ അവരുടെയൊക്കെ ഇടയ്ക്ക് ഞാൻ ഈ പോയി പാട്ട് പാടി പറഞ്ഞു പ്ലീസ് ഡു നോട്ട് സിംഗ്. ഓക്കെ. ഇനി അടുത്തുണ്ടോ? അത് കഴിഞ്ഞല്ലോ. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മുടെ പ്രോഗ്രാമും ഏകദേശം വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ്. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഹാപ്പിനെസ് ക്യാമ്പയിനിൽ ഇന്ന് നമ്മളോടൊപ്പം ദിവ്യ പിള്ള. ദിവ്യയുടെ ഏറ്റവും ലൈഫിൽ ഇതുവരേക്കും ഉള്ളതിൽ ഏറ്റവും നല്ല ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ആ ഒരു മൊമെന്റ് അതേതായിരുന്നു? Happiest moment was when my nephew was born. And ചേച്ചിയുടെ മോൻ ജനിച്ച മൊമെന്റ് ആണ് എനിക്ക് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള moment when I was an aunt. എന്നെ ആദ്യമായിട്ട് കുഞ്ഞമ്മ എന്ന് വിളിക്കാൻ ഒരാള് എന്നെ കുഞ്ഞമ്മ ആക്കിയവൻ. എന്താ പേര്? മോന്റെ പേര് അദ്വൈത് എന്നാ, വീട്ടിൽ വിളിക്കുന്ന വിഷ്ണു എന്നാ. അപ്പോൾ സോ ദാറ്റ് വാസ് ദ ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഇൻ മൈ ലൈഫ്. പിന്നെ എവറി മൊമെന്റ് ദാറ്റ് ഐ സ്പെൻഡ് വിത്ത് മൈ ഫ്രണ്ട്സ്, വിത്ത് മൈ ഡാഡി, മമ്മി, ചേച്ചി, ചേട്ടാ, ഈച്ച് ആൻഡ് എവറി മൊമെന്റ് ഇസ് വെരി മീനിങ് ഫുൾ ആൻഡ് ഹാപ്പി ടു മീ. പിന്നെ ഓരോ ഇതൊക്കെയാണ് എൻ്റെ ഹാപ്പിയസ്റ്റ് മൂമെന്റ്സ് ആക്ച്വലി. ഇതൊരു ഹാപ്പിയസ്റ്റ് മൂമെന്റ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് ഈ ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ എന്നെ വിളിച്ചതിലും എൻ്റെ ഇത്രയും അടുത്ത സുഹൃത്തുക്കളൊക്കെ that you could bring. It was very happy for me. ഒരുപാട് സന്തോഷം ഞങ്ങൾക്കും. എത്ര നാളായിട്ട് വിചാരിക്കണോ ഒന്ന് ദിവ്യനെ. അപ്പൊ കറക്റ്റ് ഇപ്പൊ നടികറിന്റെ റിലീസും ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ദിവ്യം അവൈലബിൾ ആയിട്ട് കിട്ടി. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ദിവ്യ ഇപ്പോഴും സ്റ്റിൽ വെയിറ്റിംഗ് ആണ് ദിവ്യയുടെ ബെസ്റ്റ് മൂവി ഇതുവരേക്കും അല്ലേ. അപ്പൊ അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, എന്റെ നാവ് പൊന്നാവട്ടെ. ഈ 2024 തന്നെ അങ്ങനെ ഒരു പ്രോജക്ട് ദിവ്യയിലേക്ക് അപ്രോച്ച് ചെയ്തിട്ട് ദിവ്യക്ക് അത് ചെയ്യാൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്യാണ്. ആൻഡ് ജസ്റ്റ് കീപ് ഗോയിങ്. ശരിക്കും ലക്കിയാണ്, ഇത്രയും നല്ല ചിയർഫുൾ ആയിട്ട് എപ്പോഴും ഇരിക്കാൻ പറ്റുന്ന ഇത്രയും നല്ല ഫ്രണ്ട്സ് ഒക്കെ സപ്പോർട്ടീവ് ആയിട്ടുണ്ട്. So you just keep going and keep on going അവരുടെ കൂടെ. ലൈഫ് എൻജോയ് ചെയ്യുക, ബ്യൂട്ടിഫുൾ ആക്കുക. ഓക്കെ. എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പൊ നമ്മള് ഇന്ന് ദിവ്യയുടെ വിശേഷങ്ങളെല്ലാം അറിഞ്ഞു. ദിവ്യയുടെ ഇത്രയും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു ഷോ നിങ്ങൾ എല്ലാവരും ആഗ്രഹിച്ച ഒരു കാര്യം തന്നെയല്ലേ. നമ്മള് ഓരോ പ്രൊമോഷനും കാര്യങ്ങളിലും മാത്രമാണ് ഈ ചിരിച്ചുമുഖം നമ്മൾ യൂഷ്വലി കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ദിവ്യയുടെ കാര്യങ്ങളും ഇഷ്ടങ്ങളും എല്ലാം നമുക്ക് ഇന്ന് അറിയാൻ സാധിച്ചു. അപ്പൊ നമ്മൾ വീണ്ടും ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ അടുത്ത എപ്പിസോഡിൽ കാണും. Until then, see you. Bye bye.